ആമസോണിൽ നിന്ന് ഒരു വലിയൊരു പാക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൈ സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് ഐറ്റം. എന്താണ് നമുക്ക് തുറന്ന് തന്നെ നോക്കാം. സംഗതി വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇവൻ്റെ പാക്കിങ് വന്നിട്ടുള്ളത്. കണ്ണ് ഉടക്കിയത് തന്നെ ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഡിഫക്റ്റിലാണ്. സോ ഇതിന് 4 ബുഷ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പൊന്നി സൈഡിലുള്ള ഒരു കവർ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രൂകൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരു മെറ്റലിൻ്റെ തന്നെ ഒരു കുഞ്ഞ് ഇതും വന്നിട്ടുണ്ട്. അതിനാൽ ഇതുപോലെ ഒരു മേശയുടെ ഒരു ടോപ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. നോട്ട് മച്ച് മോർ വെൽ സംഭവമല്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ള പരിപാടി വാങ്ങിയതിൻ്റെ പർപ്പസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് എനിക്ക് ചെറിയൊരു വർക്ക് സ്റ്റേഷൻ വേണമായിരുന്നു. അതായത് വർക്ക് സ്റ്റേഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വീഡിയോ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം വീഡിയോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് ഞാൻ വാങ്ങിയ ഒരു സംഭവമാണ് ഇത്. ഓക്കെ, സോ അതായത് എനിക്ക് ഒരുപാട് സ്ഥലം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടില്ല. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണം, വളരെ ചെറിയൊരു ടേബിൾ വേണം. അതാണ് ഞാൻ ഇവിടുത്തെ മുമ്പത്തെ പ്ലാസ്റ്റിക് ടേബിൾ മാറ്റി ഈ ഒരു ടേബിൾ ആക്കിയത്. അത്യാവശ്യം വലിയ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഐറ്റം ഒന്നും അല്ലായിരുന്നു. പക്ഷേ ഈ ഒരു ഐറ്റം എനിക്കിപ്പോൾ കുഴപ്പമില്ലാണ്ടാണ് തോന്നുന്നത്. കാരണം ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ മറ്റേ സാധനം, അതായത് ഒരുമാതിരി കാർഡ്ബോർഡില്ലേ, അതിൻ്റെ തന്നെ ഒരു റീസൈക്കിൾഡ് മെറ്റീരിയലാണെന്ന് തോന്നുന്നു ഈ ഓക്കെ. അതായത് കട്ടി കൂടിയ കാർഡ്ബോർഡിൻ്റെ അങ്ങനത്തെ ഒരു സംഭവമില്ലേ, ആ ഒരു മെറ്റീരിയലാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഈർപ്പൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് ഇങ്ങനെ വീർക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇതിൻ്റെ ലെഗ് മെറ്റലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം പറിച്ച് കളഞ്ഞ് ഒരു പ്ലൈവുഡ് വെച്ചാലും മൾട്ടിവുഡ് വെച്ചാലും നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിൾ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് തന്നെ വാങ്ങിയത്. 1800 രൂപയ്ക്ക് ദ ബെസ്റ്റ് ടേബിളാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.